Hello, hi, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അഡീനിയം പ്ലാന്റ്സിന്റെ ഒരു കോംബോ ഓഫറാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സീഡ്ലിങ്സ് ഉണ്ടോ അല്ലെങ്കിൽ തൈകളുണ്ടോ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ഉണ്ടോ എന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും 75K ആയ സ്ഥിതിക്ക് ഞാൻ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു പ്ലാന്റ് വളരെ കുഞ്ഞു പ്ലാന്റ് ആയിരുന്നു. ഇത് നടുന്ന രീതികളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ ഇതിപ്പം പൂവ് ഒരുപാട് തവണ പൂക്കൾ വന്നതാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഏതായാലും ഇതാണ് ഈ ഒരു പൂവിൻ്റെ കളർ കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇപ്പം നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നല്ല സൈസായിട്ട് നമ്മളെ ബോൺസായി ചട്ടീൻ്റെ അകത്താണ് നമ്മൾ ചെടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഒന്ന് നോക്കിക്കാൻ നിങ്ങൾ നല്ല ഭംഗിയായിട്ടോ പൂക്കൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലൊക്കെ ഇപ്പം ബഡ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് പേരെ സംശയങ്ങളൊക്കെ ഞാൻ ബഡ്സ് വന്ന് കൊഴിഞ്ഞു പോകുന്നു, അതിനൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഇടാം. ഏതായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 75K ആയതിനെ കൊണ്ട് ഒരു സന്തോഷം തന്നെയാണ്. ശരിക്കും എൻ്റെ കൂടെ ഒരുപാട് പേര് ഉണ്ട് എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ട്. അപ്പം ശരിക്കും ഞാൻ ഈ ഒരു വഴിയിലേക്ക് തന്നെ വന്നത് നിങ്ങൾ കാരണമാണ് കേട്ടോ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കാരണം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്രാവശ്യം ഒരു ഓഫറായിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാം. 3 കാര്യങ്ങൾ പറയാണ്. ഒന്ന്, ഫസ്റ്റത്തെ നമ്മുടെ കോംബോ ഓഫറാണ്. അതായത് 5 ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ്, അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. കോഡെക്സ് ഒക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട്. അത് 900 റുപ്പീസിനാണ്. അതായത് 5 പ്ലാന്റ് 900 റുപ്പീസിനാണ്. ഒരു കുഞ്ഞു കൊറിയർ ചാർജും നിങ്ങൾക്ക് ഉണ്ടാകും കേട്ടോ. അപ്പം നല്ലൊരു കിടിലൻ ഓഫർ തന്നെയാണ്. നിങ്ങൾ എന്തായാലും പെട്ടെന്ന് തന്നെ മേടിക്കാന്ന് വെച്ചാൽ വളരെ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. ഞാനിതിൻ്റെ ഒപ്പം ഇടാം. പിന്നെ പോട്ട് ചെയ്യുന്ന രീതികളൊക്കെ ഞാൻ കുറച്ച് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. അതായത് ഞാൻ ഇപ്പോൾ കാണിക്കാമെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്പർ 62 ആണ് ഈ ഒരു പ്ലാന്റ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ മാറ്റിയിട്ട് ഇങ്ങനെ വലിയൊരു പോട്ടിലേക്ക് മാറ്റാൻ പോവാം. അപ്പം എന്തായാലും മാറ്റുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നിങ്ങൾക്കൊരു കോംബോ ഓഫറായിട്ട് എന്തായാലും തന്നുകൂടാ. അപ്പോൾ ഞാൻ ശരിക്കും എങ്ങനെയാ വെച്ചാൽ നമ്മൾ പ്ലാന്റ് ഈ ഒരു ചട്ടിയിൽ നിന്ന് എടുക്കുക ചെയ്യുക. ഓക്കെ, നല്ല സാവധാനം എടുത്തിട്ട് നമ്മുടെ ആൻറ്റി ഫംഗൽ സൊല്യൂഷനിലൊക്കെ ഡിപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പം ഇത് നമ്പർ 62 ആണ്. അപ്പം ഞാൻ ഈ കോഡെക്സിൻ്റെ മേലെ നമ്പർ 62 എന്ന് എഴുതിയിട്ടാണ് നിങ്ങൾക്ക് അയക്കുക. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരു ആൻറ്റി ഫംഗൽ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് അതൊന്ന് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഉണങ്ങാൻ വെച്ചത്. അപ്പം ഈ ഒരു പ്ലാന്റ് ആണ് ഇങ്ങനെ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഉണ്ടാവുക. കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് ഉണ്ടാകും. പിന്നെ ഈ ഫ്ലവറിൻ്റെ ഫോട്ടോ ഞാൻ ഇതിലിടാം. ഫ്ലവേർഡ് ആയിട്ടുള്ള പ്ലാന്റ് അല്ല കേട്ടോ. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് അതിനെ പോട്ട് ചെയ്യണം, കറക്റ്റായിട്ട് അതിൻ്റെ പൊസിഷനിൽ വെക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. പിന്നെ വേറൊരു സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചട്ടിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമല്ലോ. പ്ലാന്റ് നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ആൻറ്റി ഫംഗലിലൊക്കെ ഡിപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഇലകൊഴിച്ചിലൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് ഡ്രൈ ആവാൻ വെക്കുമ്പോൾ നമുക്ക് എന്തായാലും ഈ ഇലകൊഴിച്ചിൽ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ ഇലകൊഴിച്ചിലിൻ്റെ കാര്യം പേടിക്കേ വേണ്ട. ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റേക്കും കോഡെക്സ് ഒന്നും ഞെങ്ങാത്ത പ്ലാന്റ്സ് തന്നെയായിരിക്കും. പിന്നെ ഗ്രാഫ്റ്റഡ് ഏരിയയും നല്ല ഗ്രാഫ്റ്റഡ് ഏരിയ ആയിരിക്കും. ഇതിങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പം നല്ല ക്ലീൻ ആയിട്ട് നല്ല ഭംഗിക്കായിട്ട് ഇതാ വെച്ചിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഞാൻ സാധാരണ ഇത് തട്ടിയിട്ട് അങ്ങനെ തന്നെ കൊടുക്കും. പിന്നെ നിങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് പ്ലാന്റ്സ് ഞാൻ ഏതായാലും ഇങ്ങനെ ആൻറ്റി ഫംഗലിലൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പ്ലാന്റ്സ് നമുക്ക് അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട നമ്പർ നോക്കിയിട്ട് നമ്മൾ അങ്ങനെ അപ്പം അയക്കുന്നുണ്ട്. ഈ ഒരു സൈസ് ചട്ടിയിലേക്കായിരിക്കും ആ ഒരു ചെറിയ പ്ലാന്റ് ശരിക്കും നമ്മൾ മാറ്റാറ്. അപ്പം നിങ്ങൾ പേടിക്കേ വേണ്ട. നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടാക്കും. നിങ്ങൾ നല്ല രീതിയിൽ അത് പോട്ട് ചെയ്താൽ മതി. ഇപ്പം കുറച്ച് ചെടികൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാം ആൻറ്റി ഫംഗലിലൊക്കെ ആക്കി സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ എന്തായാലും 1 or 2 ഡേയ്സ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മണ്ണിൽ നിന്ന് ചെടി പുറത്തേക്ക് എടുക്കുമ്പോൾ ആ ഉള്ളൊരു ഇല കൊഴിച്ചിലും ഒരു ഷോക്കുമാണ്. കുഴപ്പമില്ല, നിങ്ങളത് കറക്റ്റായിട്ട് പോട്ട് ചെയ്തിട്ട് നല്ല രീതിക്ക് റിസൾട്ട് വരും. ഇതുപോലെ തന്നെ നിറച്ചും പൂക്കൾ കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് ജെന്വൻ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തന്നത്. പക്ഷേ ഈ പ്ലാന്റ്സ് ഒന്നും ഇപ്പോൾ നമ്മളെ കയ്യിലില്ല. ഇപ്പം ഇനി ആയി വരണം. അതായത് ഫ്ലവർ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പൂക്കളുള്ളത്. ഇനിയിപ്പോൾ പൂക്കൾ നിർബന്ധമാണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ വാങ്ങിക്കോളൂ. പൂക്കൾ വന്നിട്ട് വാങ്ങിയാലും കുഴപ്പമില്ല. പക്ഷേ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ ഹെൽത്തി അല്ലാത്ത ഒരു പ്ലാന്റ് പോലും നിങ്ങൾക്ക് അയക്കില്ല, അത് ഗ്യാരണ്ടിയാണ്. നല്ല കോഡെക്സും നല്ല ഗ്രാഫ്റ്റ് ഏരിയ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് വിടുള്ളൂ. നിങ്ങൾ ഏതൊക്കെ പ്ലാന്റ് വേണമെന്ന് പറഞ്ഞാലും അത് ഇവിടെ ഉണ്ടെങ്കിലും അത് ഹെൽത്തി അല്ലെങ്കിൽ ഞാൻ അയക്കില്ല. അത് ഞാൻ ഉറപ്പ് പറയാം.
ഇപ്പം നിങ്ങൾ ഈ ഒരു പ്ലാന്റ് തന്നെ ഈ ഒരു കുഞ്ഞി പോട്ടിലുള്ള ഈ ഒരു പ്ലാന്റ് നോക്കിക്കേ, നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു സൈസ് പോട്ടിലുള്ള പ്ലാന്റാണ്. 2-3 ഇലയുള്ളൂ, പക്ഷേ ബാക്കി ഒരു പൂവും വിരിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള മെച്യൂർ ആയിട്ടുള്ള അത്യാവശ്യം ഫ്ലവറിങ് സ്റ്റേജിലേക്കുള്ള പ്ലാന്റ്സ് തന്നെയാണ്. അത് നമ്മൾ കുഞ്ഞി പോട്ടിലേക്ക് വെച്ചെന്നേ ഉള്ളൂ. അത് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ വലിയ വലിയ ചട്ടികളിലേക്ക് മാറ്റുമ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഗ്രോത്തും പിന്നെ അതിനനുസരിച്ച് നമ്മൾ വളങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസവും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വേഗം തന്നെ ഒരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി വെക്കുക. പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി നിങ്ങൾ അതിലേക്ക് പ്ലാന്റ് ചെയ്യുക. ഷെയ്ഡിൽ വെക്കണം. പ്ലാന്റിൽ പുതിയ ഇലകൾ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ചെടി ഇതിലേക്ക്, അതായത് സൺലൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്താൽ മതി. അപ്പം എന്നിട്ട് അതിന് ശേഷം നമുക്ക് എത്ര ടൈമിനനുസരിച്ചിട്ട് നമ്മൾ വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ തന്നെ നല്ല ഉഷാറായിട്ട് ചെടികളും പിന്നെ ബാക്കി പ്രൂണിങ്ങിനും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഫ്ലവറിങ് ടിപ്സും പിന്നെ എന്തൊക്കെ ഫംഗസ് വന്നാലൊക്കെ എന്തൊക്കെ കൊടുക്കണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കുറേ മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. പക്ഷെ ഒരുപാട് സ്റ്റോക്കില്ല, നമുക്ക് വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. ഒരുപാട് പേര് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇപ്പം ഞാനിതിങ്ങനെ ഒരു കോംബോ ഓഫറായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ വേറൊരു കിഡിലൻ സംഭവം കൂടിയുണ്ട്. അതായത് നമുക്ക് 5 ഗിവ് അവേസ് ഉണ്ട്. 5 ഗിവ് അവേസ് പറഞ്ഞാൽ നമ്മളെ കൂടെ ഇത്രയും യാത്ര ചെയ്തതിൽ 75K ആയല്ലോ. അപ്പോൾ അതിൽ 2 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് 50K ആയപ്പോൾ നമ്മൾ ഓൾറെഡി 5 പേരെ സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു ഫെർട്ടിലൈസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണ 75K ആയതിനെ കൂടെ 2 പേരെ സെലക്ട് ചെയ്തിട്ട് നല്ലൊരു ഹെൽത്തി പ്ലാന്റ്, ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് അഡീനിയം നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ 2 പേര് ഞാനിപ്പം ഡിസ്ക്ലോസ് ചെയ്യാം. ഒന്ന് ഡോക്ടർ രതീഷ് കുമാർ സാറും രണ്ടാമത്തത് ബിബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവർ 2 സ്ഥിരമായിട്ട് നമുക്ക് എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ എന്തായാലും സ്ഥിരമായിട്ട് അയക്കുന്നവരെ കൺസിഡർ ചെയ്യൂട്ടോ. ഞാൻ എന്താണെന്നറിയോ, നമുക്ക് ഒരുപാട് പ്ലാൻസ് കൊടുക്കാൻ മാത്രമുള്ള ഒരു ഇതില്ല. പക്ഷേ ഇവരെ 2 പേരെയാണ് ഞാൻ ഇപ്രാവശ്യം സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ഒരു സർപ്രൈസ് ഉണ്ടാകും. അപ്പോൾ അത് 2 കാര്യം. ബാക്കി 3 കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഉള്ളതാണ് കേട്ടോ. അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ഒന്ന് സ്റ്റേറ്റസ് ആക്കി ഇടുക. ഓക്കെ, സ്റ്റേറ്റസ് ആക്കി ഇട്ടിട്ട് ലാസ്റ്റ് എത്ര വ്യൂസ്, ഏറ്റവും ലാസ്റ്റിലേക്ക് നമുക്ക് നോക്കാം എത്ര വ്യൂസ് വരുന്നിട്ടുണ്ട്, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക്, അതായത് നിങ്ങൾക്ക് ഇപ്പം കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് ഇടുക. ഓക്കെ, അത് നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി. ഈ ഒരു വീഡിയോ ലിങ്ക് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ വാട്സാപ്പ് സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്ര വ്യൂസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പം ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്ന 3 പേരെ സെലക്ട് ചെയ്തിട്ട് 3, അതായത് ഓരോരുത്തർക്ക് ഓരോരോ പ്ലാന്റ് വെച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മൾ 5 പ്ലാന്റ് ആണ് ഇത്തവണ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾ അത് ചെയ്യുക. ഓക്കെ, ഈ ഒരു 2 or 3 ഡേയ്സിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഇത് ഫുള്ളായിട്ട് കഴിയും. അപ്പോൾ അതിന് മുമ്പേ ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് ചെയ്യാം. നമ്മൾ നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് എന്തായാലും സ്വന്തമാക്കാം. അപ്പോൾ ഈ ഒരു കോംബോ ഓഫർ നിങ്ങൾ എന്തായാലും മിസ്സാക്കണ്ട. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റേറ്റിന് നല്ലൊരു ഓഫർ തന്നെയാണ് കേട്ടോ. ഓരോരുത്തർ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പെട്ടെന്ന് കഴിയായിരിക്കും. അപ്പം 5 പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ കാറ്റലോഗ് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പ്ലാൻസ് അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും ഫോട്ടോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുക. പിന്നെ എന്താ പറയുക, ഈ അഡീനിയംസ് വളർത്തി ശീലമുള്ളവർക്ക് അതൊരു പ്രശ്നമില്ല. പക്ഷെ അല്ലാതെ തീരെ അഡീനിയം ഇല്ല, ഒരു പ്ലാന്റ് പോലും എൻ്റെ കയ്യിലില്ല എന്ന് പറയുന്നത് കുറേ പേരുണ്ട്. എന്താ വെച്ചാൽ ഒന്നാമത് ഇത് അഫോർഡബിൾ അല്ല വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് അതിനെക്കൊണ്ട് നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പം അത് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് കിട്ടുകയാണല്ലോ. പിന്നെ ഡോക്ടർ രതീഷ് കുമാർ സാറും ബിബിനും ഞാൻ ഇതിൽ കാണിക്കുന്ന ഇമെയിലിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് ഒന്ന് എനിക്ക് അയച്ചു തരാം കേട്ടോ. ബാക്കി 3 പേരെ സെലക്ട് ചെയ്യുന്ന 3 പേരെ ആ അഡ്രസ്സ് അവരെന്നെ എനിക്ക് അയച്ചിട്ട് അത് ഞാൻ പിന്നെ ഇപ്പോൾ വാട്സാപ്പിൽ ഈ 5 പേർക്ക് കൊടുത്ത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും വിഷമിക്കരുത് കേട്ടോ. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് കിട്ടാം. അപ്പം നമുക്ക് ചെയ്യാം. എന്തായാലും ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, നിങ്ങൾ ഈ ഒരു വീഡിയോ ലിങ്ക് നിങ്ങളുടെ സ്റ്റേറ്റസിൽ ഷെയർ ചെയ്യുക. എന്നിട്ട് ആ ഷെയർ ചെയ്തിട്ടുള്ളതിൻ്റെ എത്ര വ്യൂസ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്ന ഒരാളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ വ്യൂസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ലാസ്റ്റ് മിനിറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയക്കാം. ഇപ്പോൾ ഇത് എത്ര ദിവസം ഉണ്ടാവും എന്ന് അറിയില്ല, മിക്കവാറും 3 to 4 ഡേയ്സിൻ്റെ ഉള്ളിൽ ഇത് ചിലപ്പം കഴിയാൻ മതി. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ എന്തായാലും ഇത് ഷെയർ ചെയ്തിട്ട് ഈ ഒരു കമ്മിങ് ഡേ, അതായത് ഇതിപ്പോൾ കഴിയുന്ന ആ ഒരു കമ്മിങ് ഡേ ഞാൻ ഇതിൻ്റെ വിന്നേഴ്സിനെ, അതായത് 3 ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, ആ ഒരു വിന്നേഴ്സിനെ ഞാൻ എന്തായാലും ഡിസ്ക്ലോസ് ചെയ്ത് പറയും ആരൊക്കെയാണ് 3 ആൾക്കാർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. എന്നിട്ട് പ്രൈസ്, അതായത് നമ്മുടെ അഡീനിയം പ്ലാന്റ്സ് സ്വന്തമാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഈ ഒരു വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.